ഈ യാത്ര വേറെ എങ്ങോട്ടുമല്ല, സിറ്റി ഓഫ് ലവ് എന്ന് പറയപ്പെടുന്ന പാരീസിലേക്കാണ്. അപ്പോൾ പിന്നെ ഐഫിൽ ടവർ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സത്യം കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത്. പാരീസിലെത്തിയ നിമിഷം തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് പണ്ടൊക്കെ ചിറ്റപ്പനൊക്കെ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പം കീ ചെയിൻസിൻ്റെ രൂപത്തിലാണ് ഐഫിൽ ടവർ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ നേരിട്ട് കാണുന്നു എന്നുള്ളത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. ദേ, അടുത്ത ഒരു സൂപ്പർ കാഴ്ച ഇതായിരുന്നു കേട്ടോ. അവിടെ ഫിക്സഡ് ടൈമിങ്സിൽ ഇതുപോലെ ഇങ്ങനെ സ്പാർക്ക്ലിംഗ് ലൈറ്റ്സ് ഇടും. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അവിടെ കുറേ നേരം ഇരുന്ന് കണ്ടു രാത്രി വരെ. അടുത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ മെട്രോയൊക്കെ പിടിച്ച് നമ്മൾ ലൂവ്ർ മ്യൂസിയം കാണാൻ പോയി. പാരീസിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം, വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം. അതിന് റീസൺ എല്ലാവർക്കും അറിയാം. മൊണാലിസയുടെ പെയിൻറ്റിങ് അവിടെയാണുള്ളത്. ആൻഡ് അത് ഒറിജിനൽ പെയിൻറ്റിംഗ് ആണ് ഈ മ്യൂസിയത്തിൽ വച്ചേക്കുന്നത്. കണ്ടോ, ഈ മ്യൂസിയം ഭയങ്കര വലുതാണ്. പുറത്തുനിന്ന് കാണുന്നതിനേയും കാട്ടി വലുതാണ് അകത്തേക്ക് പോയപ്പോൾ. എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. ക്യൂവിൽ നിന്നിട്ട് ടൈമിങ്സ് അനുസരിച്ചാണ് അവരെ അകത്തേക്ക് വിടുന്നത്. ആൻഡ് ഇത് വൺ ഓഫ് ദ ഫേമസ് സ്റ്റാച്യു ആണ്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ആ മ്യൂസിയത്തിനകത്തുണ്ട്. എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാനിതിന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും ഏറ്റവും കൂടുതൽ പോയത് മൊണാലിസയുടെ ഈ ഒരു പെയിൻറ്റിങ് കാണാനാണ്. തിരക്കണം നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾക്ക് ദൂരെ നിന്നൊരു ചെറിയ പിക്ചർ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പെയിൻറ്റിങ്സ് അവിടെയുണ്ട്, പല പല ആർട്ടിസ്റ്റിൻ്റെ. ആൻഡ് ഇതെല്ലാം കവർ ചെയ്ത് പുറത്തേക്ക് വരാൻ നമുക്ക് പറ്റില്ല മീനാക്ഷിയും കൊണ്ട്. പറ്റുന്നതെല്ലാം പോയി കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലഞ്ചും കഴിച്ച് നേരെ പോയത് പാരീസിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലിലേക്കാണ്. 2019 ഈ നോർത്ത് ഡാം കത്തീഡ്രലിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അത് കഴിഞ്ഞ ഡിസംബർ വരെ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ആരെയും കടത്തി വിടുന്നില്ലായിരുന്നു. പിന്നീട് റീകൺസ്ട്രക്ഷൻ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാർക്കൊക്കെ പ്രവേശിക്കാനായിട്ട് തുറന്ന് കൊടുക്കുമായിരുന്നു. ആൻഡ് 21st സെഞ്ച്വറിയിൽ 12 മില്യൺ പീപ്പിൾ വരെ ഈ ഒരു കത്തീഡ്രലിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളവിടെ പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. അവിടുത്തെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി.